രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ഉറക്കം ഞെട്ടി എഴുന്നേറ്റതിന്റെ അസ്വസ്ഥതയോടെ കുറച്ചു നേരം കൂടി തിരിഞ്ഞും പിരിഞ്ഞും അവൾ കിടന്നു. അപ്പോഴാണ് പുറത്തെന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയത്. ആദ്യം ഓർമ്മയിലേക്ക് ഓടിയെത്തിയത് അന്നത്തെ രാത്രിയും ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ അവന്റെ ടോർച്ചേഴ്സുമാണ്. അതുകൊണ്ട് ശബ്ദം കേട്ടിട്ടും പുറത്തേക്കിറങ്ങി നോക്കാൻ തോന്നിയില്ല. പക്ഷെ ഇത്തിരി കഴിഞ്ഞതും ശബ്ദത്തോടൊപ്പം ചുമയും കൂടി കേട്ടപ്പോൾ മനസ്സിലായി രാവണനല്ല, അമ്മയാണെന്ന്. ഈ അമ്മ ഇതുവരെ കിടന്നില്ലേ? ചുവരിലെ ക്ലോക്കിൽ കണ്ട സമയത്തിൽ ഈർഷ്യ പൂണ്ടവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കെട്ടിവെച്ചിരുന്ന മുടിയെല്ലാം കൂടി അഴിഞ്ഞു മുഖത്തും പിന്നിലുമായി പരന്നു കിടന്നത് ഇടത് കൈ ചുറ്റി അമ്മക്കെട്ടാക്കി വെച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അടച്ചിട്ട വാതിലിന്റെ കൊളുത്ത് നീക്കി പുറത്തേക്ക് വന്നു. പ്രതീക്ഷിച്ച പോലെ അമ്മ ഒരു കമ്പിളിയൊക്കെ പുതച്ചുകൊണ്ട് സോഫയിൽ ഇരിപ്പുണ്ട്. ഇത് കഷ്ടാട്ടോ അമ്മ, ഈ നേരം വരെയൊക്കെ ഉണർന്നിരിക്കേണ്ട കാര്യമുണ്ടോ? 2 മണിയിലേക്ക് ഓടിക്കയറാൻ തുടങ്ങുന്ന സമയത്തെ നോക്കിക്കൊണ്ട് അവള് പോയി ഫ്ലാസ്കിൽ വെച്ചിരുന്ന ചൂടുവെള്ളം ഗ്ലാസ്സിലാക്കി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പിണങ്ങി. അത് പിന്നെ മോളെ, ഓ എനിക്കറിയാം എവിടെയും കേൾക്കാതെ എന്തേലും ന്യായം പറഞ്ഞുകൊണ്ട് ഇപ്പൊ അമ്മ വരുമെന്ന്. അല്ല കുഞ്ഞെ, അവൻ താമസിക്കാറുണ്ടെങ്കിലും ഇത്രയും താമസിക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. എനിക്കെന്തോ നല്ല ഭയം. വല്ലാത്ത ആകുലതയോടെ അവരുടെ മുഖത്ത് വിഷമം നിറഞ്ഞു. എന്റെ പൊന്നമ്മ, അമ്മ ഇതുവരെ എന്തുവിനെ പറ്റി ചിന്തിച്ചാ ഭയക്കുന്നത്? അമ്മയുടെ ആ 6.5 അടിയിലും പൊക്കമുള്ള മോനെ പറ്റി ആലോചിച്ചോ? എന്റെ പൊന്നമ്മേ, പറയുന്നുണ്ടൊന്നും തോന്നലും. ഈ ഭയം എന്ന് പറയുന്ന സാധനത്തിന് പോലും അമ്മയുടെ മോനെ കണ്ട ഭയമാകും. വായും പൊത്തി പെണ്ണ് ചിരിച്ചതും അമ്മ കെറുവിച്ചുകൊണ്ട് അവളുടെ കൈത്തുടയിൽ നല്ലൊരു അടി കൊടുത്തു. കണ്ടോ കണ്ടോ, മോനെ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. നിനക്കല്ലേലും അവൻ വന്നതിന് ശേഷം ഈ മനസ്സിലാവണത് ഇത്തിരി കൂടുതലാണ്. അവളുടെ ചെവിക്കും പിടിച്ചമ്മ കാര്യം പറയാൻ തുടങ്ങിയതും അമ്മ പിന്നെയും തൊണ്ടകുത്തി ചുമയ്ക്കാൻ തുടങ്ങി. അമ്മയുടെ ഡോക്ടർ പറഞ്ഞതല്ലേ തണുപ്പടിക്കരുതെന്ന്? കേൾക്കാഞ്ഞിട്ടല്ലേ ഇക്കണ്ട ചുമയത്രയും? അമ്മയുടെ പുറം തടവി വിക്സ് തൊണ്ടയിൽ ഇട്ടു കൊടുത്തുകൊണ്ട് ചൂടുവെള്ളം പിന്നെയും കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ. എനിക്കൊന്നുമില്ല കുഞ്ഞെ, അവനിപ്പോ വരുമല്ലോ, വന്നിട്ട് അമ്മ പോയി കിടന്നോളാം. മോളൊരു കാര്യം ചെയ്, പോയി കിടന്നോ. ദേ അമ്മേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും വയ്യായ്ക വെച്ചിട്ട് അമ്മ ഇനിയും ഉറക്കം മുളയ്ക്കാനോ? പിന്നെ ഞാനിരിക്കാതെ നീ അവന് വേണ്ടി കാത്തിരുന്ന് വാതിൽ തുറന്നു കൊടുക്കത്തൊന്നുമില്ലല്ലോ. അമ്മ അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരിക്കാൻ തുടങ്ങിയതും പെണ്ണ് പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചു. ഇനി എന്താ മോളെ? ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അമ്മ പോയി കിടക്കുമോ? പിന്നെ കിടക്കാതെ. നീ എന്റെ മോന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ പോയി കിടന്നു എന്ന് ചോദിക്കണോ നിനക്ക്? അവളെ ചൊടിപ്പിക്കാനായി പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇരിക്കാൻ തുടങ്ങിയതും പെണ്ണ് പിന്നെയും പിടിച്ചു നിർത്തി. എന്റെ കുഞ്ഞെ, നിന്റെ പ്രശ്നം എന്താ? ഒന്നാമത് ചുമച്ചിട്ടും ദേഹം വേദനിച്ചിട്ടും വയ്യ. അമ്മ ഇവിടെ കിടന്നോട്ടെ മോളെ, നീ പോയി കിടന്നുറങ്ങിക്കോ. ഞാ ഞാ ഞാൻ ഇവിടെ ഇരുന്നോളാം, അമ്മ കമ്പിളി പുതച്ച് കിടന്നോ. ഒട്ടും ഇഷ്ടമില്ലെങ്കിലും അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് സ്വന്തം ഇഷ്ടക്കേടുകൾക്കും വാശിക്കുമൊക്കെ മുകളിലായിരുന്നു. ഏ എന്താ എന്താ നീ പറഞ്ഞേ? കേട്ട കാര്യത്തിന്റെ ഞെട്ടലിൽ അമ്മയുടെ കണ്ണ് രണ്ടും ഇപ്പൊ പുറത്തേക്ക് തള്ളി താഴെ വീഴുമെന്ന് പോലെയായി. അമ്മ കൂടുതൽ അങ്ങനെ സന്തോഷിക്കുകയൊന്നും വേണ്ട. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ ഇരിക്കാൻ. അതമ്മയ്ക്ക് അറിയാലോ. അല്ലെങ്കിൽ പണ്ടേ അമ്മയുടെ മോള് അമ്മയെ ഇത്രയും കഷ്ടത്തിലാക്കുമോ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറ്റബോധമൊന്നുമില്ലാതെ എന്റെ കുഞ്ഞു പോയി കിടന്നുറങ്ങിക്കോ. അവളുടെ കവിളിലൂടെ തലോടി നെറുകയിലൊന്ന് മുത്തം വെച്ച് അമ്മ ചിരിച്ചതും പെണ്ണിന് പിന്നെയും സങ്കടമായി. ഞാൻ ഇരുന്നോളാം അമ്മേ, അമ്മ പോയി കിടന്നോ. ഇത്തിരി മെല്ലെ പറഞ്ഞ പെണ്ണിന്റെ സ്വരത്തിലെ മാറ്റം കണ്ടതും ഇതുവരെയൊക്കെ തമാശയായി കണ്ട അമ്മയുടെ കണ്ണിൽ എന്തൊക്കെയോ സംശയം നെളിച്ചു. അമ്മ ഇങ്ങനെ നോക്കണ്ട, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. കാര്യം എനിക്ക് അമ്മയുടെ മോനെ ഇഷ്ടമല്ലെങ്കിലും അമ്മ എന്റെ ജീവനാണ്. ആ ഒരു തുറന്നു പറച്ചിലിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് അവളുടെ കണ്ണിലെ നീർത്തിളക്കം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കറിയാം അമ്മയുടെ മോൾക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഈ ഇഷ്ടമില്ലാത്ത കാര്യവും ചെയ്യാമെന്ന് പറഞ്ഞതെന്നും അമ്മയ്ക്കറിയാം. പക്ഷെ എന്റെ കുഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട കേട്ടോ. പറഞ്ഞുകൊണ്ട് അവർ അവളുടെ കവിളിൽ തട്ടിയതും അവൾ അങ്ങോട്ട് വാശി പിടിക്കാൻ തുടങ്ങി. അവസാനം അവളുടെ വാശിയിൽ തോറ്റവർക്ക് മുറിയിൽ വന്ന് കിടക്കേണ്ടി വന്നു. മോളെ, ഞാൻ ഒന്നും പറയണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. പറയുന്നതിനൊപ്പം തന്നെ അവരുടെ കാലിൽ സോക്സും കയ്യിലേക്ക് ഗ്ലൗസും ചെവി പൊതിയുന്ന പോലെ തൊപ്പിയും ഒക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് അവൾ അവരെ കംഫർട്ടിൽ പൊതിഞ്ഞു. ഇത്തിരി മെല്ലെയാക്കി ഞാൻ ഫാൻ ഇടുന്നുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും നല്ല ചൂടെടുക്കുവാണെങ്കിൽ കൂട്ടിക്കോ. അത്രയും സൂക്ഷിച്ച് അമ്മയെ കിടത്തിയതിനു ശേഷം അവൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി.
സിദ്ധി! വാതിൽ ചാരാൻ പോയതുമല്ല അമ്മ പിന്നെയും അവരെ വിളിച്ചു. ആ അമ്മേ! മോളെ, അവൻ വന്നാൽ ഒന്നും കഴിക്കില്ല, പക്ഷെ ഒരു കോഫി. അവൻ എപ്പോ വന്നാലും അത് നിർബന്ധമാണ്. അമ്മയുടെ നല്ല മോള് അവനോട് തല്ലുവെക്കാതെ ഒരു കോഫി ഇട്ട് കൊടുക്കണേ. പിന്നെ ഇട്ടു കൊടുക്കാമല്ലോ. പെട്ടെന്ന് തന്നെ സമ്മതിച്ചുകൊണ്ട് അവൾ ചിരിയോടെ തലയാട്ടിയതും അമ്മയുടെ കണ്ണുകൾ സംശയത്തിൽ കൂർത്തു. അമ്മ വിഷമിക്കാതെ കിടന്നോ. അമ്മയുടെ മോനെ ഞാൻ വൃത്തിയായി നോക്കില്ലേ. ആള് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള കോഫി ഇട്ടു കൊടുക്കും. ഞാനായിട്ട് അമ്മയുടെ മോനോട് ഒന്നും പറയില്ല. ഇനി എന്റെ അമ്മ സമാധാനത്തിൽ കിടന്നുറങ്ങിക്കോ. ഒരു പ്രത്യേക താളത്തിൽ തലയാട്ടിക്കൊണ്ട് പറയുന്നവളെ കേൾക്കെ അവളെ വിശ്വസിച്ചുകൊണ്ട് ആ അമ്മ വേഗം ഉറക്കം പിടിച്ചു. അമ്മയ്ക്ക് അടുത്തിരുന്നവൾ അമ്മ നല്ല ഉറക്കമായെന്ന് കണ്ടതും മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു. അമ്മ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ മോനെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ കോഫി വൃത്തിയായിട്ട് ഞാൻ രാവണ്ണ ഇട്ടു കൊടുക്കാം. നോക്കട്ടെ അമ്മയുടെ തലതിരിഞ്ഞ മോനെ നേരെയാക്കാൻ പറ്റുമോന്ന്. പല്ലും കടിച്ചു പിടിച്ച് ധാവണിത്തുമ്പ് ഇടുപ്പിലേക്ക് കയറ്റിക്കുത്തി പെണ്ണ് അടുത്ത അംഗത്തിനെന്ന പോലെ സോഫയിൽ കയറി ചമ്മണം മടങ്ങി അങ്ങിരുന്നു. കണ്ണിലേക്ക് അങ്ങോട്ട് മയക്കം പിടിച്ചപ്പോഴാണ് ഇരച്ചകത്തേക്ക് കയറി വരുന്ന ജീപ്പിന്റെ ശബ്ദത്തിൽ അവൾ ഞെട്ടിയുണർന്നത്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്ത് മക്കളായി ജനിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ദേവമ്മയുടെ കാര്യത്തിൽ എന്തായാലും അത് വളരെ ശരിയാണ്. ആത്മകഥ പോലെ പറഞ്ഞുകൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി. മണി 3:30. ഇതെന്താ വല്ല ക്ഷേത്രവുമാണോ നിർമ്മാല്യം തൊഴാനായിട്ട് കയറി വരാൻ? ഉറക്കം മുറിഞ്ഞതിന്റെ സകല ദേഷ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പെണ്ണ് എഴുന്നേറ്റു. പിന്നെയും എന്തൊക്കെയോ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി കാർപൂരത്തിലേക്ക് കുന്തം കയറ്റിയിടുന്നതാണെന്ന്. അവൾക്കെന്തോ അവന്റെ ആ ഥാർ ജീപ്പ് കണ്ണിന് കണ്ടൂടാ. ഇവിടെ ഇത്രയും വണ്ടി ഉണ്ടായിട്ടും ആളുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഈ ജീപ്പ് ഇവിടേക്ക് വന്നത്. അങ്ങേരുടെ മനസ്സുപോലെ തന്നെ കറുത്ത ഒരു സാധനം. പെണ്ണിന്റെ കൺവെട്ടത് എപ്പോ വന്നാലും അവൾക്ക് എവിടെ നിന്നാണ് ദേഷ്യം അരിച്ചു കയറുന്നതെന്ന് അറിയുന്നില്ല. അത്രയ്ക്കിഷ്ടക്കേടാണ് ആ വണ്ടിയോടും അത് ഓടിക്കുന്നവനോടും. മനസ്സിൽ ഓരോന്നാലോചിച്ച് വാതിലിലേക്ക് നടക്കുമ്പോഴാണ് ഡോറിന്റെ തൊട്ടു മുന്നിൽ ശബ്ദം കേട്ടത്. അതുവരെ മെല്ലെ നടന്നവൾ ഓടിപ്പോയി വാതിലിന്റെ കുറ്റി ഓരോന്നായി എടുക്കാൻ തുടങ്ങി. ഒന്നാമത് ഒറ്റബുദ്ധിയാണ്. ഇത്തിരി നേരമെങ്കിലും ഞാൻ പുറത്തു നിർത്തിയാൽ കോളിംഗ് ബെൽ അടിച്ച് വീട്ടിലുള്ള സകലയും വേണമെങ്കിൽ ഉണർത്തും. ഒന്നാമത് അമ്മയ്ക്ക് ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഉറക്കമുണരും. മനസ്സിൽ അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ടിരുന്നവൾ ഡോർ തുറന്നതും കാണുന്നത് കയ്യിൽ ബ്ലേസറും വെച്ച് ഷർട്ടിന്റെ പാതിയും തുറന്നിട്ട് മുടിയാകെ അലങ്കോലമായി അത്രയ്ക്കും തളർന്ന മുഖവുമായി നിൽക്കുന്നവനെയാണ്. സത്യം പറഞ്ഞാൽ മുന്നിൽ കണ്ട രൂപത്തിൽ നോക്കി അവൾ അത്ഭുതപ്പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം താൻ എപ്പോ നോക്കിയാലും ഹൈലി എക്സിക്യൂട്ടീവായി ഡ്രസ്സോ ചെരുപ്പോ നടത്തമോ എന്തിന് മുടിയുടെ പോലും ഒരല്പം പോലും മാറാതെ ഇരിക്കുന്നവന്റെ ഇങ്ങനെ ഒരു കോലം കണ്ടതും അവൾ ഞെട്ടി. എന്നാൽ അമ്മയെ പ്രതീക്ഷിച്ചെടുത്ത് മുന്നിൽ കണ്ടവളെ ഒന്നുകൂടെ നോക്കി തിട്ടപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു ആ നേരം വംശി. ആദ്യം ഒന്ന് പകച്ചെങ്കിലും തന്നെ അടിമുടി നോക്കി മാറുന്ന അവളുടെ നോട്ടം കണ്ടതും വംശിയുടെ കണ്ണിലേക്ക് ദേഷ്യം ഇരച്ചു കയറിയത് പെട്ടെന്നാണ്. നിന്നോട് ആരാടി ഡോറ് തുറക്കാൻ പറഞ്ഞത്? അകത്ത് കയറി അവൻ അമിട്ടിയതും പിന്നെ സ്വപ്നത്തിൽ എന്ന പോലെ അവനെ കണ്ണു ചിമ്മി പിന്നിലേക്ക് ഒരടി മാറി. ചോദിച്ചു കേട്ടില്ലേ, നിന്നോട് ആരാ ഡോറ് തുറക്കാൻ പറഞ്ഞതെന്ന്? നിങ്ങളുടെ അമ്മ. അവന്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ പെണ്ണ് മുഖം വെട്ടിച്ചത് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൻ അവളുടെ കൈത്തുടയിൽ മുറുക്കി പിടിച്ച് തനിക്കരികിലേക്ക് അവളെ ബലമായി പിടിച്ചു നിർത്തി. അമ്മ പറയുന്നോടി. അവന്റെ പിടി മുറുകുന്നതിനൊപ്പം തന്നെ ശബ്ദവും മുരണ്ടു. ചുവന്ന കണ്ണാലെ തന്നെ കൊല്ലാനുള്ള ദേഷ്യവുമായി നിൽക്കുന്നവന്റെ സാമീപ്യത്തിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എടി, നിന്നോടാ ഞാൻ ചോദിച്ചേ. ആ, ഞാൻ അമ്മ പറഞ്ഞതല്ല, സത്യമായിട്ടും. അയ്യോ, ദേവമ്മ പറഞ്ഞിട്ട് ഞാൻ കാത്തിരുന്നതാ. വേദന കൊണ്ട് കണ്ണു നിറഞ്ഞവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ പിടിപിടിയിക്കാൻ നോക്കിക്കൊണ്ട് കുതറി. ആഹാ, വന്ന് 2 ആഴ്ച തികഞ്ഞതിനു മുന്നേ നിന്റെ ദൈവമ്മയുടെ മകനോടുള്ള സ്നേഹമെല്ലാം ഒലിച്ചുപോയോ? അല്ലെങ്കിലും എത്ര ദിവസം അഭിനയിക്കാൻ പറ്റുമല്ലേ? അവസാനം സ്നേഹം മുഴുവനും ഒരു കുപ്പിയിലാക്കി ജോലിക്കാരുടെ കയ്യിൽ കൊടുത്ത് അവർ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും. കൊള്ളാം. പുച്ഛത്തിൽ അവളെ നോക്കി ചീറിക്കൊണ്ട് അവൻ അവളുടെ കയ്യിലെ പിടി അയച്ചു. അവന്റെ കൈവെള്ളയിൽ നിന്നും കൈ അയഞ്ഞതും പെണ്ണ് വേദനയോടെ മറുകൈ കൊണ്ട് ആ ഭാഗം തപ്പിപ്പിടിച്ച് നെഞ്ചിലേക്ക് അമർത്തി ദേഷ്യത്തോടെ അവനെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഓ, നിന്റെ അമ്മയെ പറഞ്ഞത് പിടിച്ചു കാണില്ല അല്ലേ? അതും കൂടി കേട്ടതും അവളുടെ ഉള്ളിലെ ദേഷ്യം അണ പൊട്ടി ഒഴുകി.
നിങ്ങൾ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഹേ. നിങ്ങളുടെ ഉള്ളിൽ ഹൃദയമെന്നൊരു സാധനമില്ലേ? കാണില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ ഏതെങ്കിലും സ്നേഹമുള്ള മക്കൾ ഇങ്ങനെയൊക്കെ തള്ളിപ്പറയുമോ? ആഹാ, അതെനിക്ക് പുതിയ അറിവാണല്ലോ. സ്നേഹിക്കുന്ന അമ്മ. ഉം, കൊള്ളാം. ആ, ബാക്കി പോരട്ടെ. തലയൊന്നാട്ടി അവൻ മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. അതെ, അവിടെ നിന്നേ. അങ്ങനെ സ്വയം തോന്നിയ അഹങ്കാരങ്ങളൊക്കെ വായിൽ തോന്നും പോലെ എന്റെ അമ്മയെ പറ്റി പറഞ്ഞിട്ട് ഇയാളിപ്പൊ പോകണ്ട. ദേവമ്മ അവനാ പറഞ്ഞൊന്നും ഇഷ്ടപ്പെടാത്തവൾ അവന്റെ ഷർട്ടിൽ പിടിച്ചു നിർത്തി. വിടടി. തന്റെ ശരീരത്തുള്ള അവളുടെ പിടുത്തം കണ്ട് ദേഷ്യം വന്നതും അവൻ അലറി. ദേ, ഒച്ചയെടുക്കാനാണെങ്കിൽ ഇതിലും മേലെ ഒച്ചയെടുക്കാൻ എനിക്ക് അറിയാട്ടോ. ഇയാൾ എന്താ പറഞ്ഞേ? എന്റെ അമ്മയ്ക്ക് ഇയാളെ ഇഷ്ടമല്ലെന്നോ? എടോ മനുഷ്യ, ഒരാൾ ഇഷ്ടം കാണിക്കുന്നത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തന്റെ ഈ കരിങ്കല്ലിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയമെന്ന് പറയുന്ന ഒരു സാധനം വേണം. തനിക്കത് എന്താണെന്നെങ്കിലും അറിയാമോടോ രാവണ? അവൾ അവന്റെ ഹൃദയമിരിക്കുന്ന ഭാഗത്ത് ചൂണ്ടുവിരൽ കൊണ്ട് 3-4 തവണ കുത്തി കലിച്ചുകൊണ്ട് നോക്കി. ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് അവളുടെ മൂക്കും മുഖവും ഒക്കെ ചുവന്ന് കയറുന്നുണ്ടായിരുന്നു. ഇയാൾക്കറിയാമോ അമ്മയ്ക്ക് എത്ര ദിവസം കൊണ്ട് വയ്യാന്ന്? എന്നിട്ട് നേരവും കാലവും നോക്കാതെ വരുന്ന ഈ മോന്റെ വരവിനെ കാത്തുകൊണ്ട് അമ്മ ഓരോ രാത്രിയും ഇവിടെ ഉറക്കമുളച്ചിരുന്നിട്ടുണ്ട്. ഇന്നിപ്പോ അമ്മയ്ക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. ഞാൻ നിർബന്ധിച്ച് മുറി കൊണ്ടുപോയി കിടത്തിയതാണ്. താൻ എപ്പോ വന്നാലും ഡോറ് തുറന്നു കൊടുത്തോളം എന്ന വാക്ക് കൊടുത്തിട്ടാ അമ്മ പോയി കിടന്നത് തന്നെ. സത്യം പറയാലോ, അമ്മയ്ക്ക് ആ വാക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവത്തിനാണ് ഇയാൾക്ക് ഡോറ് തുറന്നു തരില്ലായിരുന്നു. പെണ്ണ് അവനെ നോക്കി കിതച്ചു. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താലുണ്ടല്ലോ, എന്റെ പാവം ദൈവമ്മ നാളെ രാവിലെ വിഷമിക്കും. അതുകൊണ്ട് മാത്രമാ അളിഞ്ഞ രാവണ തനിക്ക് ഞാൻ ഡോറ് തുറന്നു തന്നത്. അല്ലെങ്കിലുണ്ടല്ലോ, ഈ രാത്രിയിൽ ഫുൾ മഞ്ഞും കൊള്ളിച്ച് തന്നെ ഞാൻ പുറത്ത് കിടത്തിയേനെ. പിന്നെ താനെന്താ പറഞ്ഞേ? എന്റെ അമ്മ ഭയങ്കരയാണെന്നോ? ദുഷ്ട എന്റെ അമ്മയല്ലടോ, താനാ താനാ വലിയ വലിയ രാക്ഷസൻ. ഇയാളിപ്പോൾ വേണ്ടാത്ത പറഞ്ഞ എന്റെ അമ്മയല്ലേ? പാവം, കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. എന്താണെന്നറിയോ? ആളെ കയ്യും കെട്ടി ഇമവെട്ടാതെ നോക്കി നിന്നവന്റെ മുഖം അല്പം പോലും അയഞ്ഞില്ല. മറിച്ച് ഉള്ളിൽ ഉയരുന്ന ദേഷ്യം മുഴുവനും മുഷ്ടിയിൽ ചുരുട്ടിപ്പിടിച്ച് അവളെ കേൾക്കാനെന്ന പോലെയുള്ള നിൽപ്പായിരുന്നു ആ നേരം വംശിക്കും. ഈ പൊന്നു മോന് രാത്രിയിൽ ആഹാരം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ കോഫി നിർബന്ധമാണെന്ന് പോലും. തനിക്ക് ഞാൻ കോഫി അല്ലടോ, കുന്തമുണ്ടാക്കി തരും. എന്റെ 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 കൈ കൊണ്ട് പച്ചവെള്ളം ഞാൻ തനിക്ക് തരില്ല രാവണ. നോക്കട്ടെ തന്നെ ഒന്ന് നന്നാക്കാൻ പറ്റുമോന്ന്. താൻ ഈ തുള്ളുമ്പോഴും ചാടുമ്പോഴും ഒക്കെ എല്ലാവരും അനുസരിക്കാൻ നിന്നിട്ടാ താനൊക്കെ ഇത്രയ്ക്ക് തലയ്ക്ക് പിടിച്ച അഹങ്കാരം. ഒച്ചയും ബഹളവും വെച്ച് എല്ലാവരെയും അനുസരിപ്പിക്കാൻ നടക്കുന്നു രാക്ഷസൻ. എന്തൊക്കെ പറഞ്ഞിട്ടോ അവൾക്ക് കലി അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പൊ ഈ വീട്ടിൽ ആര് തന്നെ അനുസരിച്ചാലും ഈ സിദ്ധിദാത്രി ഉണ്ടല്ലോ, ഈ സിദ്ധിദാത്രിക്ക് താൻ പുല്ലാണ്. ഇത്രയും ദിവസം അവൾ മനസ്സിൽ ഒതുക്കി വെച്ച സകല ദേഷ്യവും ഒറ്റയടിക്ക് അവൾ പുറന്തള്ളുമ്പോൾ പാവം മറന്നുപോയി മുന്നിൽ നിൽക്കുന്നത് വംശിയാണെന്നും വാശിയിൽ അവനെ വെല്ലാൻ മറ്റാരുമില്ലെന്നും. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത പാട്ട് നിങ്ങൾക്ക് വേഗം കിട്ടുള്ളൂ. അപ്പം കൂട്ടുകാരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.